നമ്മുടെ സിനിമയുടെ ജീപ്പിൽ ഇത് കണക്ട് ചെയ്തപ്പോഴാ ഒരു ജീപ്പിൽ ആദ്യമേ വിളിച്ച് ഞാൻ 7 മണിക്ക് പുറപ്പെട്ടു, 7:15 പുറപ്പെട്ടു, 8 മണിക്കുള്ളിൽ താഴെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയും. അത് ശരിക്കും അങ്ങനെ ഉള്ളതാണല്ലേ? ഐ മീൻ അതേ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി പറയണം. അത് അങ്ങനെ ഒരു അതെങ്ങനെയാണ് അത് വന്നത്? ചുമ്മാ തോന്നി. ഓ അതങ്ങനെ റിയലായുള്ളതല്ല, ചുമ്മാ അങ്ങനെ എഴുതുമ്പോ ഞാനോ നമ്മൾ കണ്ടോ ഇങ്ങനത്തെ ഹിൽ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നോർമലി അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലോർത്തോ. വെറുതെ അപ്പൊ തോന്നുന്നവനെ എഴുതി. അല്ല, അതിൽ ആ ഡോക്ടറിന്റെ ക്യാരക്ടർ ചോദിക്കും ഇതെന്നാ സംഭവം, പുള്ളിക്ക് പരിചയമില്ലാത്തവർ ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ഇത് എക്സ്ക്ലൂസീവായിട്ട് ഇവിടുത്തെ പോലീസുകാർ ഏർപ്പാടാക്കിയ ഒരു സെറ്റപ്പാ. അപ്പൊ അത് എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പിന്നെ കൺവിക്ഷന്റെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ആ നാട്ടിലത്തെ പല സിറ്റുവേഷൻ അങ്ങനെ അത് കൊള്ളാം, അതിന് നടപ്പിലാക്കട്ടെ. എവിടെ ഈ ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലേ നമുക്ക് ഒരു കാടിന്റെ ഒരു പശ്ചാത്തലം വന്നു കഴിയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞത് എവിടെ വെച്ചാലും നമുക്ക് നല്ല ഫ്രെയിമുകൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം മറ്റേ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് അതിലേക്ക് പ്രോപ്പർട്ടി കൊണ്ടുവന്ന് വെക്കാന്നൊരു സാധനം കൂടി നമ്മുടെ കയ്യിൽ ഉത്തരവാദിത്തപ്പെടും. ഇപ്പോൾ ഈ കാട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാലും ഗ്രീനറിയാണ്, നമുക്ക് രസകരമായ ഫ്രെയിം കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ എളുപ്പമായിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങിന്, അത് ഇതാണോ ശരിക്കും പാട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന് അങ്ങനെ ഫ്രെയിമിങ് കോൺഷ്യസ് അല്ലായിരുന്നു. കൂടുതലും താല്പര്യം കൊറിയോഗ്രഫിയിലാണ് എനിക്ക് താല്പര്യം. കുറേ ബ്ലോക്കിംഗ്, സ്റ്റേജിങ്, ആ നരേറ്റീവിൻ്റെ അകത്ത് സീൻ എങ്ങനെ പ്ലേ ചെയ്യുന്നു, ആർട്ടിസ്റ്റ് എങ്ങനെ നടക്കുന്നു, ഇത് വരുമ്പോൾ എങ്ങനെ വരുന്നു, ഈ സമയമാകുമ്പോഴത്തേക്ക് ക്യാമറ ഇവിടെ എത്തണം, അതിൻ്റെ ഒരു ഓർഗാനിക് മിസോൺ സീൻ എന്ന് പറയുന്ന ആക്കുണ്ടല്ലോ, അതിലാണ് കൂടുതൽ താല്പര്യം. അതിനിടയിൽ ഫ്രെയിമിൽ എന്ത് സംഭവിക്കുന്നത് സംഭവിച്ചട്ടെ, അല്ല ഫ്രെയിം ഭംഗിയാക്കി ഇത് നല്ല ആംഗിൾ, ഇവിടെ നല്ല ഫ്രെയിം വെക്കാന്നുള്ള രീതിയിലുള്ള കോളയില്ല, അങ്ങനത്തെ ഐഡിയയിലേക്ക് പോവാറില്ല. എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എനിക്ക് തോന്നുന്നു 1-2 ചായക്കടയിലൊക്കെ ഉള്ള 1-2 കഥാപാത്രങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിങ്ങൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറോട് ഫീൽ ഉണ്ട്. എല്ലാവരും ഇനി പറയാൻ എന്തൊക്കെയോ കഥകൾ ബാക്കി വെച്ചിട്ട് പോയ പോലൊരു ഫീൽ ഉണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭാരം കൊണ്ട് നടക്കുന്ന കഥാപാത്രങ്ങൾ ഇപ്പം അപ്പം നമുക്കിപ്പോൾ ഒരു പരിധിക്കുള്ള നമുക്കൊന്നും പറയാനും പറ്റില്ല, സിനിമ ഇറങ്ങിയതേ ഉള്ളൂ. ഇത് എഴുതുന്ന സമയത്ത് തന്നെ ഇപ്പം കിഷ്കിന്താണ്ടാണെന്നുണ്ടെങ്കിലും കാണുന്നവന്റെ ഉള്ളിൽ ഒരു വിങ്ങലും കൊണ്ടാണ് കാണുന്ന ആൾക്കാർ, അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൽ ഭാരം കൊണ്ട് നടക്കുന്ന ഇതെങ്ങനെ സാധിക്കുന്നു തുടർച്ചയായിട്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്? ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ല, അതൊരു കോൺഫ്ലിക്റ്റുകൾ ആണല്ലോ ഡ്രൈവ് ചെയ്യുന്നത് ഒരു നാരേറ്റീവിനെ, കോൺഫ്ലിക്റ്റ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതൊന്നും അങ്ങനെ പ്രീ ഡിസൈൻഡ് പ്ലാനുകളൊന്നും അല്ല, ഒന്നും പ്രീ കൺസീവ്ഡ് അല്ല, ഒരു കാര്യം പ്രീ കൺസീവ്ഡ് അല്ല. അത് ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈൻ ആയാലും സീനുകളായാലും സ്റ്റോറി ആർക്കായാലും ഒന്നും പ്രീ ഡിസൈൻഡ് അല്ല, അപ്പം തോന്നുന്ന രീതിയിൽ പോവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സംഭാഷണങ്ങളിലൂടെയാണ് ഡ്രൈവിംഗ് ചാനൽ കിട്ടണേ. കോൺവെർസേഷൻ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ ആക്ച്വലി. ആ കോൺവെർസേഷൻ്റെ ഗിവ് ആൻഡ് ടേക്കിലൂടെ എന്താണോ കണ്ടന്റ് ഉണ്ടായി വരുന്നത് ആ കണ്ടന്റിനെ പിന്നാലെ പിടിച്ചിട്ട് അടുത്ത സീനിലത്തെ അടുത്ത കോൺവെർസേഷൻ പോവുക, അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താണ് വിസിബിലിറ്റിയിലേക്ക് വരുന്ന ക്യാരക്ടറിൻ്റെ പ്രകൃതം, അതിനെ പിടിച്ചിട്ട് പോവുക. ഓക്കെ, ഇയാളെന്നെ ഇങ്ങനെ ആക്കി നോക്കാം, ഇയാളെന്നെ ഇങ്ങനെ ആക്കി നോക്കാം എന്നുള്ള രീതിയിൽ പോകുന്ന ആണ് ഒരു അപ്രോച്ച്. അതിലൊരു ഫണ്ണും ഉണ്ട്. എഴുതി പോകുമ്പോൾ ഇയാൾ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ച ഒരാളല്ല, എനിക്ക് കുറച്ച് നേരം അയാൾ ഇങ്ങനെ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ. എനിക്ക് ആ കാറിലത്തെ ഇപ്പോൾ നേവിക്കാരൻ്റെ ക്യാരക്ടർ ആദ്യം വരുന്നത് കാറിൽ വന്നിട്ട് ദെൻ ഇവർ PWD ഗസ്റ്റ് ഹൗസിൽ പോയി സന്ദീപുമായിട്ട് അവരായിട്ടൊക്കെ സംസാരിച്ചു. ദെൻ ഈ നേവിക്കാരനും നരഞ്ജേട്ടനും സഹീർക്കയും കൂടെ കാറിൽ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ്റെ ഇടയിലാണ് ഇവർ തമ്മിൽ സാറിൻ്റെ റഡാറിൽ എങ്ങനെയാണ് പറ്റിയെന്ന് സാറിനെയും പറഞ്ഞില്ലല്ലോ എന്നിട്ട് പുള്ളി ഒരു രസത്തിൽ വീണ് കിട്ടിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് പുള്ളി ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാന്നുള്ള രീതിയിൽ അപ്പോഴാണ് നേവിക്കാരൻ്റെ ഒരു ഡയമെൻഷനും കൂടെ എന്നുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൗണ്ടർ പറയിക്കാം. അപ്പോൾ ആ കൗണ്ടർ പറഞ്ഞു. അപ്പോൾ നേവിക്കാരന് ഒരു എഡ്ജ് കിട്ടി. അതുവരെയും ഒരു 1 ഡയമെൻഷണൽ മുഖം മാത്രമാണ് അതുവരെയുള്ള സീനുകളിൽ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു ഡയലോഗ് പറയുമ്പോൾ ഓക്കെ, ഇതുവരെ കണ്ട മുഖമല്ല, ഇയാൾക്ക് ഇങ്ങനൊരു ഷെയ്ഡിലേക്കും കൂടെ മാറാൻ പറ്റുന്ന ഉള്ളിലെന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തോന്നി. അങ്ങനെ അത് എഴുതി കഴിയുമ്പോൾ ഇപ്പുറത്തെ ഇരിക്കുന്ന ക്യാരക്ടർ സറണ്ടർ ആവാൻ പാടില്ല. സറണ്ടർ ആയി കഴിഞ്ഞാൽ സോറി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നു, അവിടുത്തെ ഡ്രാമ തീർന്നു. അപ്പം അങ്ങനെ ഡ്രാമ തീരണ്ട, ഈ ക്യാരക്ടറും താനെന്നെ ഉണ്ടാക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ തിരിച്ചു വെക്കുന്ന അങ്ങനെ ഞാൻ തൻ്റെ അടിമയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അയാൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. മൈൻഡ് ലൈൻസ് ഇൻ ബിറ്റ്വീൻ എന്ന രീതിയിൽ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ആ ഡുവോയുടെ ഒരു 3 ഡയമെൻഷണൽ മിസോൺ സീൻ അവിടെയും വർക്കാവുന്ന തോന്നി. അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിറങ്ങിയവരുടെ മനസ്സിൽ 1-2 കൺഫ്യൂഷൻസ് ഉള്ളത് പർപ്പസ്ഫുള്ളി പല കാര്യങ്ങളും സ്പൂൺ ഫീഡിങ് വേണ്ടെന്ന് തോന്നിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടാണ്. കാരണം പലരുടെയും റീസൺസ് തൊടാതെ പറഞ്ഞു പോകുന്നത്.
എന്നാൽ ക്ലിയർ ആയിട്ട് ഒരു റീസൺ എന്ത് വൈ കുര്യച്ചൻ എന്നൊരു റീസൺ ഒരിടത്തും പക്ക ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. ആ മറ്റേ നമ്മളുടെ ഹീറോയിനായിട്ട് അഭിനയിച്ച അവരുടെ ഫ്ലാഷ് ബാക്കി മാത്രമാണ് പ്രോപ്പറായിട്ട് നമുക്ക് റീസൺ പറയാനുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, എന്തോ ഒരു സാധനം ഉണ്ടെന്നുള്ളതിനപ്പുറം ഇന്നതാണ് ഇന്നയാളുടെ റീസൺ, ഇപ്പം നരേൻ്റെ റീസൺ ഇന്നതാണ്, മറ്റേ ആളുടെ റീസൺ ഇന്നതാണ്, ഇതൊന്നും പറയുന്നില്ല. അത് പർപ്പസ്ഫുള്ളി സ്പൂൺ ഫീഡിങ്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ മെജോറിറ്റി നല്ലത് പറയുമ്പോഴും ബാക്കിയുള്ളവർ ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട്. മറ്റേ ആ എൻഡിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു കഥാപാത്രം കത്തിയെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഇടുന്നുണ്ട്. പർപ്പസ്ഫുള്ളി സ്പൂൺ ഫീഡിങ് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണോ? അതെ അതെ ഉറപ്പായിട്ടും. അത് ഒന്ന് നാരോ ഡൗൺ ചെയ്യണ്ട നമുക്കങ്ങനെ. അതല്ല നമ്മുടെ പ്ലോട്ട്, ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻസും കാര്യങ്ങളും അല്ല പ്ലോട്ട്. അപ്പോൾ ഇതിൽ ബിനുവേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കുര്യച്ചനെ തീർക്കാൻ 100 പേരുണ്ടെങ്കിൽ 100 വിധ കാരണങ്ങളുണ്ട്. സോ ആ ഒരു സ്പെക്ട്രം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട് നമ്മൾ. ഈവൻ 1 or 2 എങ്കിലും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നാരോ ഡൗൺ ആയിപ്പോൾ. ഓൾ ഫോക്കസ് ഓൺ ദാറ്റ് 1 or 2 റീസൺസ് എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ഉണ്ട്. അപ്പോൾ പലരിടത്തും പല രീതിയിലുള്ള ഇടപാടുകളായിരിക്കും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അയാൾ ഓൺ സ്ക്രീൻ വരുന്ന സമയത്ത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത അയാളുടെ വേറൊരു പെർസോണ ഇമേജ് കാണിക്കുക. മലേഷ്യൻ സീക്വൻസിൽ വരുന്ന സമയത്ത് അയാളുടെ വേറൊരു മുഖം ഇതുമായിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിരിക്കുന്ന മുഖം. അപ്പോൾ എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു എനിഗ്മാറ്റിക് ചാമോ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഫീച്ചർ കുറച്ചുകൂടെ കിട്ടും എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ കൺവേ ചെയ്യണം എന്നുള്ള ആഗ്രഹം കേട്ടോ. കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ വേണം പോർട്രേ ചെയ്ത് പോകാൻ എന്നുള്ളതൊരു ഡെലിബറേറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി പ്ലോട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ കുര്യച്ചൻ, മാത്തിച്ചേടത്തി, പിയൂസ് അവരുടെ ഇടയിലാണ്. അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കഥയുടെ ത്രെഡ് അവരുടെ ഇടയിലാണുള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ ഈ പറഞ്ഞ ആ സിറ്റുവേഷൻസിനെ എന്താണ് ഇങ്ങനെ പ്ലേസ് ചെയ്താവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും സപ്പോർട്ട് നമുക്ക് വേണ്ടത്. സോ അവരുടെ ഒരാളുടെ മാത്രം ഇൻഡിവിജ്വൽ ഒരു റീസണെ മെൻഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്പെക്ട്രം ക്യാൻവാസ് ചിലപ്പോൾ ചെറുതാവും. ഇത് കഥ കുറച്ച് വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കർണാടക ബോർഡർ ആ ഒരു ഒക്കെ കൊടുത്തത്. ഐ മീൻ കർണാടകത്തിലാണ് അല്ലെങ്കിൽ കേരളത്തിലാണ് ആ എഡ്ജ് കൊടുത്തത്. അത് കുറച്ചുകൂടി വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അല്ല ഇത്രയും മലകൾ ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാണ് കൊടുത്തതെന്ന് ഓർമ്മയില്ല കേട്ടോ. അതറിയാണ്ട് എഴുതി പോയതാണെന്ന് തോന്നുന്നു. അത് എഴുതി പോകുമ്പോൾ എന്തുവായിരുന്നു, ലോഡ്ജായിരുന്നല്ലോ ആദ്യത്തെ സീൻ. എന്നാൽ തോവാൾപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതൊരു ഇമാജിനറി പ്ലേസ്. അപ്പോൾ ആ പേര് എഴുതി കഴിഞ്ഞപ്പോൾ ഓക്കെ. ഞാൻ കണ്ണൂരാണ്, പയ്യന്നൂരാണ് എൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂരിന് ഒരു കർണാടക ബോർഡർ ഉണ്ട്, ജോസ്ഗിരി എന്നൊക്കെ പറഞ്ഞു. ജോസ്ഗിരി. അപ്പോൾ ഒരു കർണാടക ബോർഡർ ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെ നിന്നുള്ള എന്താണ് ട്രാവൻകൂറിന്ന് വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഡയസ്പോറയാണ് അവിടെ. ഏകദേശം ഒരു കോട്ടയം ഫീലാണ്, കോട്ടയം പത്തനംതിട്ട ഫീലാണ്. അന്ന് ബോർഡർ ഉണ്ടെന്ന് തന്നെ. അപ്പോൾ അത് എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ട് ഒരു സെർട്ടൻ ഒരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ മഞ്ഞൊക്കെ ഒഴിഞ്ഞ സമയമാണെങ്കിൽ അങ്ങ് മൈസൂർ വരെ കാണാമെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് മലകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ വെറുതെ ഫോർ നോ റീസൺ അങ്ങനെ എഴുതിപ്പോയത്. ഓക്കെ, ഈ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കിഷ്കിന്ധ എഴുതുമ്പോഴായാലും വെറുതെ നിലമ്പൂർ തിരുനെല്ലി എന്നൊക്കെയുള്ള മെൻഷൻ കൃത്യമായിട്ടൊരു സ്പെസിഫൈഡ് അല്ല. എന്നാലും അവിടെ ഇവിടെ നിലമ്പൂർ തിരുനെല്ലി എന്നൊക്കെ ചുമ്മാ തട്ടിപ്പോയത്. ഞാൻ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, നിലമ്പൂർ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതിനൊരു ഫാൻസി തോന്നി. അറിയാത്ത സ്ഥലത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു കൗതുകമാണല്ലോ. അപ്പോൾ ആ കൗതുകം ചെറുഷ് ചെയ്ത് പോയത്. അന്ന് പറഞ്ഞാൽ തന്നെ ഈ സ്ഥലം ഞാൻ അധികം നേരിട്ട് പോയിട്ട് അധികം പരിചയപ്പെട്ടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എനിഗ്മ മനസ്സിലുണ്ടായിരുന്നു, ആ സ്ഥലം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ എൻ്റെ വൈഫിൻ്റെ നാട് ഏകദേശം കുറച്ച് അതിനായിട്ടൊക്കെ അടുത്താണ് വരുന്നത്. അപ്പോൾ ജോസ്ഗിരിയുടെ ഒക്കെ അടുത്ത് ചെറുപുഴ കോഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞിട്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം മഴക്കാലത്തൊക്കെ കർണാടക ഫോറസ്റ്റ് ഒരു പുഴയ്ക്കക്കരെ കർണാടക. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ആനയൊക്കെ പുഴ ഇറങ്ങി നീന്തി ഇപ്പറങ്ങി വരുന്നതും അതൊക്കെ അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഏതോ കാലത്തൊരു ഫാസിനേഷൻ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി.